കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ അവനിൽ നടത്തുകയായിരുന്നു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തിയെന്ന് യെശയ്യാവ് 53:6 നാം വായിക്കുന്നു. അങ്ങനെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്രൂശിൽ ചുമന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങളെ ക്രിസ്തു തന്റെ പാപമായി ഏറ്റെടുത്തു. അപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണം കർത്താവ് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ദൈവം നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നടത്തി. ക്രിസ്തു തന്റെ മരണസമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ലോകത്തിന്റെ മുഴുവൻ ശിക്ഷാവിധി നടത്തുകയായിരുന്നു. സർവ്വലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായി കർത്താവ് മരിച്ചല്ലോ. ഇനി പാപി ന്യായം വിധിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കാഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ.